വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാഗം മാനവികത പഠിപ്പിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് വീട്ടിൽ നിന്ന് വിട്ടയച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന വല്ലാത്തൊരു ആകുലതയുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ്റെ കടുത്ത സ്വാധീനം, മൊബൈൽ ഫോണിൻ്റെ കടന്നുവരവ്, സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ്, ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ പലപ്പോഴും വേണ്ട സ്ഥലത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നം. ഇന്ന് വായിച്ചു, ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഒരു പ്യൂൺ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടി നേരെ പോയി തൂങ്ങി മരിച്ചൊരു വാർത്ത ഇന്ന് നിങ്ങൾ വായിച്ചു. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കാത്ത തരത്തിൽ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 4 തൂണുകളായിട്ട് നമുക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഏറ്റവും പരമപ്രധാനമായ ആ വിദ്യാഭ്യാസ സ്ഥാപനകത്തുള്ള വിദ്യാർത്ഥികളാണ് ഒന്നാമത്തെ തൂണ്. രണ്ടാമത്തെ തൂണെന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്ന അധ്യാപകരാണ്. മൂന്നാമത്തെ തൂണെന്ന് പറയുന്നത് ആ കുട്ടികളുടെ മാതാപിതാക്കളാണ്. ആദ്യത്തെ അധ്യാപകരായി ഒരു കുട്ടി പിറന്നു വീണ് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകരായിട്ട് മാറുന്ന അച്ഛനും അമ്മയും, അതിനുശേഷം ആ കുട്ടി എപ്പോഴാണ് വിദ്യാലയത്തിലേക്ക് കടന്നു കയറുന്നത് അവിടെ മാതാപിതാക്കളായി മാറുന്ന അധ്യാപകരുമാണ് ഇതിൻ്റെ ഓരോ തൂണുകളായിട്ട് മാറുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 4ാമത്തെ തൂണാണ് ആ സ്ഥാപനം നടത്തുന്ന മാനേജ്മെന്റ്. ഈ 4 തൂണുകൾ പരസ്പരം സമന്വയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കണ്ണിന്റെ ജോലി എന്ന് പറയുന്നത് കാണുക എന്നുള്ളത് മാത്രമാണ്. കാതിന്റെ ജോലി എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. നാവ് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോന്നിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ആകെത്തുക നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. ഈ ബ്രെയിൻ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കാഴ്ചയും കേൾവിയും എല്ലാം കൂടി സമന്വയിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നു, ഈ കാണുന്ന ജോലി നിർവഹിക്കുന്ന എൻ്റെ കണ്ണുകളാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എൻ്റെ നാവത് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ കേൾക്കുന്നു, നിങ്ങൾ അവിടുന്ന് കൈയടിക്കുന്നത് കേൾക്കുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തിയാവുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് ഗുരുക്കന്മാരായി മാറുവാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം പൂർത്തിയാവുക. എന്താണ് അധ്യാപകനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം? അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിവിൽ നിന്ന് അധ്യയനം നടത്തുന്ന ആളെയാണ് അധ്യാപകൻ എന്ന് വിളിക്കുന്നത്. അറിവിൽ നിന്ന് അധ്യയനം നടത്തുക എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാവും മക്കളെ എന്ന് H2O എന്ന് ബോർഡിൽ എഴുതി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും ആ അധ്യാപകൻ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് വെള്ളമുണ്ടാക്കി നോക്കിയിട്ടല്ല അത് പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ആരും ഇതുവരെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് വെള്ളമുണ്ടാക്കി നോക്കിയിട്ടില്ല. ഒരിക്കലും 2 ഹൈഡ്രജനും ഓക്സിജനും ആ രീതിയിൽ ചേർത്ത് വെച്ചാൽ വെള്ളം ഉണ്ടാവില്ല. പ്രകൃതിക്ക് മാത്രമേ വെള്ളം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച ഒരു കാര്യം, അധ്യാപകൻ പഠിച്ചു വെച്ച ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. അതാണ് അറിവിൽ നിന്ന് അധ്യയനം നടത്തുക എന്ന് പറയുന്നത്. പഠിച്ചു വെച്ച കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അറിയലിൽ നിന്ന് അധ്യയനം നടത്തുക എന്ന് പറയുന്ന പ്രക്രിയയാണ്. അവിടെയാണ് ഒരു അധ്യാപകൻ ഗുരു ആയിട്ട് മാറുന്നത്. അപ്പോ ഓരോ അധ്യാപകനും ഗുരുവായിട്ട് മാറിയാൽ മാത്രമാണ് എപ്പോഴും മാനവികത എന്ന് പറയുന്ന കാര്യം കൂടി പഠിപ്പിക്കുവാൻ സാധിക്കുക. നമ്മുടെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്, സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിലപ്പുറം അധ്യാപകർ മാനവികത കൂടി പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാഭ്യാസം പൂർത്തിയാവുക എന്നാണ് പറയാനുള്ളത്. അതാണ് മിനിസ്റ്റർ പറഞ്ഞു വെച്ച കാര്യം. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ഹിറ്റ്ലറുടെ നാസി ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു പ്രിൻസിപ്പാള്, ആ പ്രിൻസിപ്പാള് എല്ലാ അധ്യാപകർക്കുമായിട്ടൊരു കത്തെഴുതിയിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാണരുതാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടു, അറിയരുതാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, കേൾക്കരുതാത്ത ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. എന്തായിരുന്നത്? അധ്യാപകരോട് അദ്ദേഹം പറയുന്നു, അവിടെ വിദ്യാഭ്യാസം നേടിയ, ഉന്നത വിദ്യാഭ്യാസം നേടിയ എഞ്ചിനീയർമാരുണ്ടായിരുന്നു. പക്ഷേ ആ എഞ്ചിനീയർമാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ കൊല്ലുവാനുള്ള സംവിധാനങ്ങളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.
അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷം കുത്തിവെച്ച് മനുഷ്യനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിന്റെ പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആർമി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആർമിക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിറയൊഴിക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ വിദ്യാഭ്യാസം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കുട്ടികൾ അധ്യാപകരാവാം, ആ കുട്ടികൾ ഡോക്ടർമാരാവാം, എഞ്ചിനീയർമാരാവാം, സയന്റിസ്റ്റുകളാവാം, ആധുനിക കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വക്താക്കളാവാം. പക്ഷെ എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ മറ്റന്നാള് ഞങ്ങളവിടെ നടത്തുന്നൊരു പരിപാടിയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട് നടത്തുന്നൊരു പരിപാടിയാണ്. ആ പരിപാടി ഡിജിറ്റൽ അവയർനെസ് ആണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഫോണിൽ നമുക്ക് നിരന്തരമായിട്ട് കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. അല്ല, നിങ്ങളുടെ പേരിൽ കസ്റ്റംസിൽ ഒരു സാധനം വന്ന് കിടക്കുന്നുണ്ട്, മയക്കുമരുന്നാണെന്ന് സംശയിക്കപ്പെടുന്നു, അതുകൊണ്ട് +1 അല്ലേ? അപ്പൊ നമ്മൾ പേടിച്ചെന്ത് ചെയ്യുന്നു? +1 പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ നമ്പർ അവിടെ റിസീവായി. അത് കഴിഞ്ഞാൽ അടുത്ത വാട്സാപ്പിൽ വേറൊരു കോൾ വരുന്നു, ഡൽഹി പോലീസിൽ നിന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യരുത്, നിങ്ങളുടെ സാധനം കസ്റ്റംസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ ഇത്രമാത്രം കേസുകളുണ്ട്, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു, അതുകൊണ്ട് ഡിജിറ്റൽ അറസ്റ്റാണ് എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നു. വീഡിയോ കോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഡൽഹി പോലീസിന്റെ എംബ്ലം വെച്ചിട്ടുള്ള, കസ്റ്റംസിന്റെ എംബ്ലം വെച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നമ്മുടെ മുമ്പിൽ, IPS ഉദ്യോഗസ്ഥൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ നമ്മളോട് പറയുകയാണ്, വിട്ടു പോകരുത്, ഇനി നിങ്ങൾ ഒരാളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർ അറസ്റ്റ്, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുടുങ്ങിക്കിടക്കും. വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ പദവികളുള്ള ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഉടനെ തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാനുള്ള വഴികളുണ്ട്, ഇത്ര ലക്ഷം രൂപ നിങ്ങൾ അയച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, നമ്മുടെ പണം നഷ്ടപ്പെടുന്നു. എത്ര കോടി രൂപയാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി വെച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശാസ്ത്രം എങ്ങനെ ഉപയോഗിക്കണം, അവിടെയാണ് മനുഷ്യനാക്കി മാറ്റുന്ന വിദ്യാഭ്യാസ രീതി നമ്മൾ കൊടുക്കേണ്ടത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാവുമെന്ന് പഠിപ്പിക്കുന്നതല്ല. അതിലപ്പുറം മാനവികത എന്ന് പറയുന്നത് ആശാന്റെ കവിതയിൽ പറയുന്നത് പോലെ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരുദാശു നീ ഓമലേ തരൂ തെല്ലെന്നത് കേട്ട് രാമനോഹരി അമ്പരന്നോതിനാൾ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്കു ജാതി മറന്നിതു എന്ന് ചോദിച്ചപ്പോൾ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, ഗുരുദേവന്റെ സന്ദേശമാണ്. ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാനന്ദൻ കൈനീട്ടി നിൽക്കുമ്പോൾ, തൊണ്ട വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു ആനന്ദൻ കൈനീട്ടി നിൽക്കുന്ന സമയത്ത് ആ കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചണ്ടാല പെണ്ണൊഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്ന സമയത്തുണ്ടാവുന്ന ആർദ്രത, മനസ്സിന്റെ നന്മ, ആ നന്മയെയാണ് മാനവികത എന്ന് വിളിക്കുന്നത്. അപ്പോ പറഞ്ഞു വെച്ച കാര്യം, ശാസ്ത്രീയത പഠിപ്പിക്കാം, പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസം നേടട്ടെ. ഇതോടൊപ്പം തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കർത്തവ്യം, അവിടുത്തെ അധ്യാപകർക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കർത്തവ്യം, ആ കുട്ടികളെ മാനവികത കൂടി പഠിപ്പിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഞാനൊരു മാജിക് ചെയ്യുന്ന സമയത്ത് അത് തെറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെ പ്രൊഫഷനെ മാത്രം ബാധിക്കുന്ന, എന്നെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി അറിഞ്ഞ് മാനവികത കൂടി പഠിപ്പിക്കുന്ന അധ്യാപകരെ സൃഷ്ടിക്കുന്ന വിദ്യാലയങ്ങളാണ് നമുക്ക് വേണ്ടത്.